എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ മൊത്തം നമുക്ക് കിട്ടിയ കുടിവെള്ളത്തിൻ്റെ കണക്ഷനും ഇനി കിട്ടേണ്ട കണക്ഷനും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഡീറ്റെയിൽസാണ് നാമെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് മൊത്തം വേണ്ട കണക്ഷൻ ഏതാണ്ട് 71 ലക്ഷം കണക്ഷൻസുകളാണ്. 71 ലക്ഷം കണക്ഷൻ നമുക്ക് ഇന്നത്തെ രീതി അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ വേണ്ട കണക്ഷനാണ്. എന്നാൽ ഇതുവരെയായി നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചത് വെറും 39 ലക്ഷം കണക്ഷൻ മാത്രമാണ്. ഇനി ശേഷിക്കുന്ന ഏതാണ്ട് 32 ലക്ഷം കണക്ഷനുകൾ. അതെപ്പോൾ എപ്പോൾ മൊത്തം വർക്ക് തീർക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇന്നത്തെ സാമ്പത്തിക നില അനുസരിച്ച് അത് നീണ്ടുപോകും. എന്നാൽ തെലങ്കാനയും പഞ്ചാബും 100% അവരുടെ കണക്ഷൻ ചെയ്ത് അവർ നമ്പർ ഉണ്ടായി. ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്ട് 90% വരെയും അവരുടെ ലക്ഷ്യം സാധീകരിച്ചു. ദുഃഖകരമായ കാര്യം, ഏറ്റവും പുറകിൽ നിൽക്കുന്നത് നമ്മുടെ കേരളവും. ഒന്ന് മനസ്സിലാക്കുക, കേരളത്തിൻ്റെ ഓഡികൾ പ്ലാനിംഗ് കമ്മീഷനും നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ കണക്ക് വരയ്ക്കും ഈ ലെവൽ നമ്മൾ എത്തപ്പെട്ടത്. അതിനാദ്യം അവർക്ക് നമ്മൾ നന്ദി പറയണം. അത് പഴയ ഫൈനാൻസ് മന്ത്രിയായിരുന്നാലും ഇപ്പോഴുള്ള ഫൈനാൻസ് ഒക്കെ കണക്ക് തന്നെയാണ്. ഇതിൽ സംഭവിക്കുന്നത്, കേന്ദ്ര വിഹിതമുണ്ട്. കേന്ദ്രം കൊടുക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക നമ്മുടെ കേരളവും കൊടുക്കണം. എന്നാൽ ആ തുല്യ എമൗണ്ട് ലഭിക്കാത്ത കാരണം കേന്ദ്ര ഗവൺമെൻറ് മൊത്തം തുകയും അവരനുവദിച്ച തുക നമുക്ക് കിട്ടാത്തൊരു സാഹചര്യവുമായി. ഇത് എത്ര നാളെടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ ഗവൺമെൻറ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം തീർക്കാൻ സാധിക്കുമായിരുന്നു. കാരണം അനാവശ്യമായ പാഴ്ചിലവുകളും കോടികളുടെ പരസ്യങ്ങളും ആവശ്യമില്ലാത്ത പ്രോഗ്രാംസും പ്രദർശനമൊക്കെ കാട്ടിക്കൂട്ടി പൈസ വേസ്റ്റ് ചെയ്യുമ്പോൾ പാവം കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ധാർമ്മികത ഗവൺമെൻറ് മറന്നുപോയി. അവർക്കതിലൊന്നും വലിയ ശ്രദ്ധയില്ല. പക്ഷേ വെള്ളത്തിന് പകരം അവർ അറ്റ്ലീസ്റ്റ് മദ്യം ഒഴുക്കുന്നുണ്ട്. അതിൽ നമ്പർ 1. മദ്യം ഒഴുക്കുന്ന കാര്യത്തിലും അതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന കാര്യത്തിലും നമ്മുടെ ഗവൺമെൻറ് നമ്പർ 1 തന്നെ നിലകൊള്ളുന്നു. അതിനാണ് നമ്മൾ നമ്മൾ ആദരിക്കേണ്ടത്. ഗവൺമെൻറ്റിനെ നമ്മൾ ആദരിക്കണം. കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും മദ്യം കൊടുക്കാൻ സാധിക്കുന്നല്ലോ. അതൊരു വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. അത് വളരെ പ്രശംസ നേടുന്നൊരു സംവിധാനമാണ്. ഇപ്പോൾ തന്നെ കുറച്ചധികം തുക ഈ കുടിവെള്ളം കണക്ഷൻസിനുമായി ജോലിയിലേർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ടേഴ്സിന് ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 75% പണി വരെ മുടങ്ങിക്കിടക്കുകയാണ്. അവരുടെ പേയ്മെൻറ്റ് കറക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ കണക്ഷൻസും നോർമലായി നടക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ കേരളം പലതിലും ഏറ്റവും പിന്നോട്ടുള്ളെന്നൊരു സത്യം വളരെ യാഥാർത്ഥ്യമാണ്. അത് നമുക്കിനി പറയേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കുടിവെള്ളമെങ്കിലും ഒന്ന് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരുന്നല്ലോ. പ്രത്യേകിച്ച് CPM എല്ലാ കാലത്തും പറയാം, ഞങ്ങളാണ് കുടിവെള്ളം കേരളത്തിൽ എത്തിച്ചതെന്ന്. ഇനിയിപ്പോൾ അതിനുള്ള ചാൻസ് വളരെ
മങ്ങിയിരിക്കുകയാണ്. ആകെ അവർക്ക് കിട്ടിയ ചാൻസ് കേരളത്തിൽ എല്ലാ ഭാഗത്തും സുലഭമായി കള്ളും മദ്യവുമൊക്കെ കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ് തന്നെയാണ്. അതിന് നമ്മളവരെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. എന്തായിരുന്നാലും ഇനിയെങ്കിലും വരുന്ന ഗവൺമെൻറ് ഈ ദുർവിധി ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും, ഏത് ഗവൺമെൻറ്റോ എന്തായിരുന്നാലും ഇതൊന്ന് നോക്കി പാവം പിടിച്ച ഈ കുടിലിൽ താമസിക്കുന്നവർക്കും അവർക്ക് ദാഹജലം എത്തിക്കാനുള്ളൊരു സംവിധാനം രൂപപ്പെടുത്തുക. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന തുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ തലസ്ഥാനത്തും ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് മറ്റുള്ള സംസ്ഥാനങ്ങൾ 90% എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ അതിൻ്റെ പകുതി ലെവലിലെത്താൻ വയ്യാത്തൊരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അതുണ്ടാകരുത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, ഈ മന്ത്രിസഭ ഏതെങ്കിലും രീതിയിൽ സാധിച്ചാൽ എല്ലാവർക്കും ഈ കുടിവെള്ളം എത്തിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. കാരണം തെറ്റ് ചെയ്യുന്ന ഈ കാട്ടിക്കൂട്ടുന്ന ഇവയെല്ലാം അതിനൊരു പരിഹാര മാർഗമെന്നുള്ള രീതിയിൽ ഈ കുടിവെള്ളമെങ്കിലും എല്ലാ വീടുകളിലും എത്തിക്കാൻ മനസ്സ് തുറന്ന് ഒന്ന് പ്രവർത്തിച്ചാലും ഈ ഒരു വിവരം, അതായത് 71 ലക്ഷം കണക്ഷൻ വേണ്ട കേരളത്തിൽ നമുക്കാകെ കൊടുക്കാൻ സാധിച്ച 39 ലക്ഷം കണക്ഷനേ സാധിച്ചിട്ടുള്ളൂ. ശേഷിക്കുന്ന 32 ലക്ഷം കണക്ഷൻ നമ്മൾ കൊടുത്തു തീർക്കണം. അത് വളരെ ആവശ്യമാണ്. കാരണം ഇനി ഓരോ നാളും ചെന്ന് ഈ ജനങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ ഇതിൻ്റെ മറ്റുള്ള കണക്ഷൻ്റെ ഇതും കൂടി വരുമ്പോൾ കഴിയുന്ന ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇവയുടെ കണക്ഷൻ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചാലും അതിന് വേണ്ട സദ്ബുദ്ധി ഗവൺമെൻറ് വരട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.